പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ KS രാധാകൃഷ്ണൻ സാറുണ്ട്. സാറിൻ്റെ മുമ്പാകെ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കാൻ പോവാണ്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, അത് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം. നേതൃപദവിയിൽ സ്ത്രീകൾ വരാൻ പാടില്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകളാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അമീറായ ഷാഫിഖുർ റഹ്മാനാണ്. ഇന്ത്യയിലെ അല്ല, ബംഗ്ലാദേശിലെ. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ ബന്ധമുണ്ടോ? ലോകത്തെവിടെയും ജമാഅത്തെ ഇസ്ലാമി ഒറ്റ സംഘടനയാണ്. അതുകൊണ്ട് ഇന്ത്യയിലൊന്ന്, ബംഗ്ലാദേശിൽ വേറൊന്ന്, പാകിസ്ഥാനിൽ മൂന്നാമതൊന്ന്, അങ്ങനെയില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആകെ മാറിയെന്ന് സതീശൻ പറയുന്നുണ്ടല്ലോ. അല്ല, അത് സതീശൻ അങ്ങനെ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അബുൽ അല മൗദൂദി 1941 ഇന്ത്യയിൽ തുടങ്ങിയ സംഘടനയാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയാണ് ഈ സംഘടന ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇവരുടെ സംഗതി എന്ന് വെച്ചാൽ, ആധുനിക മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന പൂർണ്ണ മതം ഇസ്ലാമാണ്. ആ മതം എന്തിനാശ്രയിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ സഹായികളില്ല, അദ്ദേഹത്തിന് സമന്മാരുമില്ല. അദ്ദേഹം ഏകനാണ്. അദ്ദേഹം ഏകനായി സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആ ജീവിതം എങ്ങനെ വേണം? ആ ജീവിതം അല്ലാഹുവിന് തുല്യരില്ല, സഹകാരികളുമില്ല, ഒറ്റക്കാണ്. അപ്പോൾ അല്ലാഹുവിന് തുല്യരുണ്ടെന്നോ സഹകാരികളുണ്ടെന്നോ പറയുന്നതൊക്കെ അല്ലാഹുവിന് വിരുദ്ധമാണ്. അവരൊക്കെ ഇസ്ലാം വിരുദ്ധരുമാണ്. അവരൊക്കെ ശരിപ്പെടുത്തി കളയണം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം, നിയമം, ശാസ്ത്രം തുടങ്ങി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിതയാണ് പരിശുദ്ധ ഖുറാനിൽ വെളിവാക്കിയിരിക്കുന്നത്. ആ പരിശുദ്ധ ഖുറാനിൽ നിന്ന് വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ അതിനപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ജീവിത രീതിക്കാണ് മൗദൂദിസം എന്ന് പറയുന്നത്. അത് പ്രകാരം ഖുറാൻ അനുസരിച്ചിട്ടാണ് മൗദൂദി പറഞ്ഞത്, സ്ത്രീകൾക്കിത് പാടില്ല, ജോലിക്കൊന്നും പോകാൻ. പുരുഷന്മാരുടെ കൃഷിയിടം മാത്രമാണ് സ്ത്രീകൾ. അത് ഖുറാനിലും പറഞ്ഞിട്ടുണ്ടെന്ന്. അതെ, ഖുറാനാണ് ഇവരുടെ ഗ്രന്ഥം. അടിസ്ഥാന ഗ്രന്ഥം ഖുറാനാണ്. അതിനോട് പറയുന്നുണ്ട്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവികത, റബ്ബ് യജമാനത്വം, പിന്നെ ഇബാദാഹ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വിധേയത്വം, ദീൻ ജീവിത രീതി. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദൈവത്തിന് സമ്പൂർണമായി വഴങ്ങി ദൈവത്തിൻ്റെ യജമാനത്വം സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജീവിത രീതി. അതാണ് ഇസ്ലാമിൻ്റെ ജീവിത രീതി. ഇതാണ് ഇവർ പറയുന്നത്. ഇനി അത് പറഞ്ഞ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിതം പിന്തുടർന്ന് പ്രവർത്തിക്കണം, അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. ഇസ്ലാം മതം അല്ലാത്ത ഏത് മതം പിന്തുടർന്ന് പ്രവർത്തിക്കുന്നതും യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിത രീതിയേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ശരീഅത്ത് നിയമം. ആ ശരീഅത്ത് നിയമപ്രകാരം ജീവിക്കുന്നതിനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് ഒരു മതരാഷ്ട്രത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി ഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ പേര് ഞാൻ പറഞ്ഞ പ്രസംഗം കണ്ടു. എന്താണ് ഇസ്ലാമിക ഭരണം വന്നാൽ എന്താണ് കുഴപ്പം? ഇസ്ലാമിക ഭരണം ഉണ്ടായാൽ മാത്രമേ ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, യഥാർത്ഥ പ്രാർത്ഥന ചൊല്ലാൻ പോലും പറ്റുള്ളൂ. കാരണം ഇസ്ലാം അനുസരിക്കുന്ന നിയമപ്രകാരം നിയമിച്ച ഗവർണറുടെ കീഴിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഭരണം നിർവഹിക്കുന്നത് ഷൂറയാണ്. ഷൂറ കൗൺസിലാണ്. അത് കൗൺസിലാണ്, സെൻട്രൽ കൺസൾട്ടേറ്റീവ് കൗൺസിൽ എന്നാണ് ഷൂറ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. സെൻട്രൽ കൺസൾട്ടേറ്റീവ് കൗൺസിൽ. ആ കൗൺസിലിന് അമീറുണ്ട്, ഡെപ്യൂട്ടി അമീർസ് ഉണ്ട്, ജനറൽ സെക്രട്ടറിമാർ, ഇങ്ങനെയാണ് അതിൻ്റെ ഹയറാർക്കി പോകുന്നത്. പക്ഷേ അധികാരം മുഴുവനും ഷൂറക്കാണ്. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതേതരത്വമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അമീർ പറഞ്ഞു എന്ന് പറഞ്ഞ്
അതിനെ എതിർത്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞ് അദ്ദേഹം ഷൂറ മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതമല്ല, അഭിപ്രായമല്ല, അമീർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് സതീശൻ പറയുന്നത് തെറ്റാണ്. സതീശൻ അപ്പോഴും പറഞ്ഞ് ഞാൻ ഈ ശരിയിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി സെക്കുലറാണെന്ന് തെളിയിക്കണമല്ലോ. അതാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും സെക്കുലറാണ് എന്ന് അവർ അവകാശപ്പെട്ടിട്ടില്ല. അവരത് മതസംഹിതയാണെന്നും തിയോ ഡെമോക്രസിയാണ് അവരുടെ ഭരണസമ്പ്രദായം. തിയോ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ദൈവദത്തം എന്നല്ല, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജനാധിപത്യം ഇരിക്കണം. മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണ സമ്പ്രദായമല്ല. ഭരണസമ്പ്രദായത്തിൻ്റെ പരമകാഷ്ഠയിൽ ആരായിരിക്കണം? ദൈവമാണ്. ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന എടുത്ത് തൊട്ടിക്കളഞ്ഞ് വെക്കും. അതെ, ഖുറാൻ പ്രകാരമാണ് ജീവിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഒരിക്കലും സെക്കുലറായില്ല. ഇനി സതീശൻ പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾ ഒഴികെ എല്ലാവരും സെക്കുലറാണെന്നാണ്. സതീശൻ്റെ വാദം അതാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി സെക്കുലർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സെക്കുലർ, മുസ്ലിം ലീഗ് സെക്കുലർ. ഇങ്ങനെ സെക്കുലർ അല്ലാത്ത ആരുമില്ല. ആകെ സെക്കുലർ അല്ലാത്ത ക്രിസ്ത്യൻ മതസമൂഹങ്ങൾ മുഴുവൻ സെക്കുലർ. സെക്കുലർ അല്ലാത്ത ഏക കാര്യം ഏതാണ്? ഹിന്ദുക്കളാണെന്ന് പറയുന്നത് ആരാണ്? ഈ ഇദ്ദേഹമാണ്. സതീശൻ പൊന്നാനി വഴി പോയിട്ടുണ്ടാവുമോ? സതീശൻ പൊന്നാനി വഴിയല്ല, സതീശൻ അതിനും അപ്പുറത്തേക്ക് പോയിരിക്കാനാണ് ഇട. പിന്നെ അത് മാത്രമല്ല, സതീശൻ പറയുന്നു ന്യൂനപക്ഷ ഏകീകരണം സെക്കുലറാണ്. ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ വോട്ട് ചെയ്താൽ അത് മതേതരത്വമാണ്, സെക്കുലറാണ്. ന്യൂനപക്ഷത്തിന് എതിരെ നിലകൊള്ളുന്നവർ സംഘപരിവാറുമാണ്, അവർ വർഗീയവാദികളുമാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അല്ല, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസും UDFും ഈ കാര്യം അംഗീകരിക്കുന്നുണ്ടോ എന്നവർ പറയണം. അല്ല, സതീശൻ പറയുന്നത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെ അഭിപ്രായമല്ലേ? അവരും ഒഫീഷ്യലായിട്ട് പറയട്ടെ. UDFിൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറയട്ടെ. കേരള കോൺഗ്രസ് പറയട്ടെ. കേരള കോൺഗ്രസ്സുകാർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ആരിയ്ക്കുന്നു കേരള കോൺഗ്രസിൽ? അല്ല, ഉള്ളവരുണ്ടല്ലോ. എന്താണ്, ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരുടെ കൂടെ. ജോസഫ് ഗ്രൂപ്പുള്ള കേരള കോൺഗ്രസ്സുകാർ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി സെക്കുലറാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന AK ബാലൻ പറഞ്ഞതാണ്. ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്ന ആഭ്യന്തരം ഭരിക്കാൻ പോണത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്. ഇനി ആര് ഭരിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വം അനുസരിച്ചേ ഭരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ സതീശൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായാലും അത്രേ പറ്റുള്ളൂ. അവിടെ ഇരിക്കുന്നവരല്ല, അതിനെ നിയന്ത്രിക്കുന്ന ശക്തി ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. ചിലപ്പോൾ സതീശൻ തന്നെ അവിടെ ഇരുന്നിരിക്കും. പക്ഷേ സതീശൻ ഇരുന്നാലും നിയന്ത്രണം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലായിരിക്കും. അത് വേണമെന്നുള്ള കാര്യം ബുദ്ധിമുട്ടില്ല. അതിൽ സതീശന് ബുദ്ധിമുട്ടില്ല, ബാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർ തീരുമാനിക്കണം. എന്ന് പറഞ്ഞാൽ UDFിന് വോട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, UDFിന് വോട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. അതെന്താണത്? കാരണം ന്യൂനപക്ഷ ഏകീകരണമാണ് സെക്കുലറിസം. ജമാഅത്തെ ഇസ്ലാമി സെക്കുലർ ഓർഗനൈസേഷനാണ്. അവർ പറയുന്നത് പ്രകാരം ഖുറാൻ അനുസരിച്ച് ശരീഅത്ത് നിയമം നടപ്പിലാകുന്നത് സെക്കുലറാണ്. ഇതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നേരത്തെ CPMന് ബന്ധം ഉണ്ടായിരുന്നല്ലോ. അല്ല, CPMന് ബന്ധം ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി മാറുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അല്ല മാറുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ ബന്ധം മുറിഞ്ഞു പോയത്? ഏത്? ആ രാഷ്ട്രീയത്തിലെ ബന്ധങ്ങളല്ലേ. അത് അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കി, ആ ലാഭം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അത് വേണ്ടെന്ന് നോക്കും. ജമാഅത്തെ ഇസ്ലാമിക്ക് CPMനേക്കാളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോൺഗ്രസിനെയാണെന്ന് ഉറപ്പല്ലേ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം. മുസ്ലിം ലീഗ് കേരളത്തിലുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുമായിട്ട് രഞ്ജിപ്പിലും യോജിപ്പിലുമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ പറയേണ്ടി വരും. എല്ലാവരുമായിട്ടും യോജിപ്പിലായി. എങ്ങനെയും അധികാരത്തിൽ കയറണം.
അല്ല, എങ്ങനെയും അധികാരത്തിൽ കയറണം എന്ന് മാത്രമല്ല, അധികാരത്തിൽ കയറി ഇപ്പോൾ പറയണ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിയാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം പുതുയുഗ യാത്ര എന്നാണ് സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. പുതുയുഗം, ന്യൂ ഏജ്. ഇസ്ലാമിന്റെ ഭരണം വന്നാൽ ഇന്ത്യക്ക് പുതുയുഗമാണെന്നാണ് അവർ പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. ഈ പുതുയുഗം എന്ന് എടുത്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്തും പുതുയുഗം ആരംഭിക്കുന്നത് ആ രാജ്യം ഇസ്ലാമിക ഭരണത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ സതീശൻ പറയുന്ന ഈ പുതുയുഗ യാത്ര, സതീശൻ വേറൊന്നും കൂടി പറയുന്നുണ്ട്. ഇത് കഴിയുന്നതോടുകൂടി മൂർത്തമായ ഒരു ബദൽ രൂപപ്പെട്ടു വരും. അതനുസരിച്ച് പദ്ധതികളും പരിപാടികളും ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഖുറാനികമായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭരണ സമ്പ്രദായത്തെ ഇവിടെ സ്ഥാപിക്കും എന്നാണ് സതീശൻ പറയുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ ഈ യുഗം എന്നുള്ളത് ആ അർത്ഥത്തിലല്ലെങ്കിൽ, ഇന്ത്യയിലെ സങ്കല്പത്തിലാണെങ്കിൽ യുഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ യുഗാന്തരങ്ങൾ അല്ല, അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിലൊന്നും അല്ല സതീശൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. സതീശൻ ഉപയോഗിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പുതുയുഗത്തെ എടുത്ത് വെച്ചേക്കാണ്. അതെ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ന്യൂ ഏജ് എന്ന് ഉപയോഗിച്ചത്. ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ഇവിടെ തന്നെ ഉണ്ട്, ന്യൂ ഏജ് ഉണ്ടായിരുന്നു. അതെ, അതിന്റെ ഒരു CPI-യുടെ മുഖപത്രം. ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അത് അവിടെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാണല്ലേ. അവിടെ അതിന് വേറൊരു പേരായിരുന്നു. മലയാളത്തിൽ ജനയുഗം, നവയുഗം. നവയുഗം ഉണ്ടായിരുന്നു. നവയുഗമാണ് പിന്നെ ജനയുഗമായിട്ട്. ഈ നവയുഗം, യുഗം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഞാൻ ചെറുതിലെ വായിച്ചിട്ടുണ്ട്, ബാലയുഗം എന്ന് പറഞ്ഞ ബാലയുഗം ഉണ്ടായിരുന്നു. അല്ല, ഇത് ഈ യുഗം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കും ജമാഅത്തെ ഇസ്ലാമികൾക്കും വളരെ പ്രിയപ്പെട്ടൊരു വാക്കാണ്. അതിപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഇതിൻ്റെ നേതാവായിരിക്കുന്ന സതീശൻ അതെടുത്തിരിക്കുന്നു. അതനുസരിച്ച് ഈ രാജ്യത്തൊരു ഭരണ സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സതീശൻ മുല്ലാക്കയുടെ ജാഥ വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുഗപ്പിറവിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. മാത്രമല്ല, സ്ത്രീകളെ ജോലി പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ വേശ്യകളായി കരുതുന്ന ഒരു സംസ്കാരമുള്ള പ്രസ്ഥാനത്തിൽ, സംസ്കാരമുള്ളൊരു അങ്ങനത്തെ ഒരു ഭരണ സമ്പ്രദായം വേണോ എന്നുള്ള കാര്യം എല്ലാവരും ആലോചിക്കേണ്ടതാണ്.